കല്യാണത്തിന് വരണം. തീർച്ചയായും വരാം. പുഷ്കരന്റെ പെണ്ണിന്റെ വീട് എവിടെയാണ്? പെണ്ണ് എന്റെ അയൽവകത്തുള്ളതാ. ഞങ്ങള് കൊച്ചിലെ കുറച്ച് സ്നേഹത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും തിരിഞ്ഞു പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അല്ല, അവിടെ വല്ല ഫോട്ടോ സ്റ്റുഡിയോ മറ്റോ ഇട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ റോളിൽ ഡെവലപ്പ് ചെയ്ത് 3 കാപ്പി വേണം. എന്നാ ഫിലിം തന്നാട്ടെ. വന്നാട്ടെ. എന്റെ സ്നേഹമുള്ള പെണ്ണാളെ, അയച്ച ഫോട്ടോയും കത്തും കിട്ടിക്കാണുമല്ലോ. ഇനി അധിക ദിവസം ഫോട്ടോ നോക്കിയിരിക്കേണ്ടി വരില്ല. ഞാൻ ഉടനെ പുറപ്പെടുകയാണ്. വന്നാൽ ഏറ്റവും അടുത്ത ദിവസം നമ്മുടെ വിവാഹം നടത്താം. കായൽക്കരയിലുള്ള നമ്മുടെ ക്ഷേത്രനടയിൽ വെച്ചായിരിക്കും നമ്മുടെ വിവാഹം. പണ്ടൊരിക്കലെ പോലെ പൂനിലാവത്ത് തോണിയും തുഴഞ്ഞു വേണം നമ്മുടെ ആദ്യത്തെ രാത്രി. എടാ പപ്പോയി, ശ്രീധരത്തെ ചൊല്ലി നീ വിഷമിക്കണ്ട. ഏതായാലും നമ്മൾ 2 കൂട്ടരും അടുപ്പേ തീ വയ്ക്കാൻ വകയില്ലാത്തവരാ. കല്യാണം അങ്ങോട്ട് നടക്കട്ടെ. അത് മാത്രമല്ല, തീയുള്ള കാലം ഉണ്ടല്ലോ. ശ്രീധരത്തെ പറ്റി വെളിക്കങ്ങാൻ മിണ്ടിപ്പോയാ കയ്യെ മറ്റതാ. എടാ പോരാ, ഇത് നമ്മള് പാവത്തിങ്ങളെ കളിപ്പിക്കാനായിട്ട് ആരാണ്ട് പറഞ്ഞുണ്ടാക്കിയൊരു ഏർപ്പാടാ. അതെയോ? പണക്കാരുണ്ടല്ലോ ഇപ്പോഴും സ്ത്രീധനം വാങ്ങിക്കാറുണ്ടോ? ഞങ്ങളുടെ പെണ്ണിനെ അങ്ങനെ വെറുതെ ആരും കല്യാണം കഴിക്കണ്ട. പിന്നെ മനുഷ്യന്റെ കാര്യം നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഈ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് എന്റെ പെണ്ണ് അപ്പുറത്ത് കിടന്ന് കണ്ണുനീര് കുടിക്കുന്നത് കാണാൻ കൊക്കിനുമേ ജീവനുള്ളത്തോളം കാലം എനിക്കും ഒക്കെ സാധ്യമല്ല. അതൊന്നും ഞങ്ങൾ പറയത്തില്ല. കടവും വിലയും വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാ. പിന്നെ നിങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ വേണ്ടാന്നിട്ട് പറയുന്നുമില്ല. ഇവിടെ കോന്തി, നീ പറഞ്ഞതുപോലെ മേളം 4-ാം തീയതി തന്നെ കല്യാണം ഒന്ന് നടത്താം. നല്ലൊരു മുഹൂർത്തം ഉണ്ട് അന്നേക്ക്. പുഷ്കരൻ എന്നാ വരുന്നേ? പുഷ്കരൻ എന്ന് വരുന്ന തോന്നുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ ഉണ്ണാനെത്തുവന്ന് പറഞ്ഞില്ലയോ? അവൻ എപ്പോഴാ വരുന്നെന്നുള്ളത് അവൾക്ക് നല്ല നിശ്ചയമാണ്. അവിടെ നിന്ന് അവിടെ നിന്നടി അയ്യോ അയ്യോ ശ്വാസം മുട്ടുന്നില്ല. അയ്യോ കാർത്തേനി കൂടുതൽ എന്നതാ ഫെർണാണ്ടിസ് മാപ്പിളെ? എന്റെ പേഴ്സ് തന്റെ പേഴ്സ് എന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? കാർത്തേനി വേറെല്ലാം മനസ്സിലിരിക്കട്ടെ. എന്റെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാനുള്ള 100 രൂപ ശമ്പളം കിട്ടിയിട്ട് എന്റെ നയാ പൈസ പോലും ഞാൻ അതിനകത്ത് എടുത്തിട്ടില്ല. എന്റെ രാമനാരായണ എടോ, ഞാൻ റാണാമലാലയുടെ വീട്ടിലോട്ട് വന്ന് കക്ക ഇറച്ചി കൊടുത്ത് താൻ എന്റെ കയ്യില് 6 രൂപ 10 പൈസ തന്നു. ഞാനതും കണ്ടുങ്ങാണ്ട് പോന്നു. പിന്നെ താൻ എന്നോട് രൂപ എവിടുന്നാണോ ചോദിക്കുന്നത്? പേഴ്സ് അവിടെ വെച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് പോയത്. തിരിച്ചു വന്ന് നോക്കുമ്പോ പേഴ്സ് കാണാനില്ല. ഉരിയടി നന്നൊന്ന് കൊള്ളും എന്റെ കക്കാറച്ചി നന്ദി. ഉരിയടി 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 എല്ലാം നോക്ക്. നോക്കണോ എവിടെ ഇരിക്കുന്ന തന്റെ ഉലുവ? നോക്ക്. എന്റെ കർത്താവ്, എന്റെ പേഴ്സ് അവിടെ പോയി. കാർച്ചാനയുടെ കൈയോടെ ചൂടാൻ അറിഞ്ഞിട്ടില്ല. വന്നിരിക്കുന്ന ഉലുവ ഓട്ടിച്ചെന്നും പറഞ്ഞു. ആ പിടിക്ക് പിടിക്കോ. പിടിച്ചതാ പൊക്ക്. അയ്യോ കർത്താവേ, എന്റെ പേഴ്സ് കിട്ടി. എന്റെ കർത്താവേ, എന്റെ രൂപ കിട്ടി. അയ്യോ, തന്റെ പേഴ്സ് എങ്ങനെ ഇതിനകത്ത് വന്ന്? മാനത്തുന്നെങ്ങാനും പൊട്ടി വീണ? എന്റെ രൂപ എടി എടി ഇതിനകത്തിരുന്ന രൂപ എന്തേടി? എടി ഇതിനകത്തിരുന്ന രൂപ ഞാനങ്ങനെ തന്റെ ഒരു വേണം എടുക്കാൻ വന്നിട്ടില്ല. എന്റെ 100 രൂപ എടി കള്ളിക്കാർത്തേനി. അല്ലേ, ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ. തന്റെ രൂപ എങ്ങനെ എന്റെ തലേ വന്നു? എടി ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലുവടി.
ഇപ്പോഴത്തെ കാലം നിനക്ക് അറിയാമല്ലോ. ഞാൻ ഫെർണാണ്ടീസ് മാപ്പിളെ ഒന്ന് കളിപ്പിക്കാനായിട്ട് എടുത്തതല്ലായിരുന്ന. 2 മീൻ പഴയായിട്ട് കിടക്കട്ടെ. ഒരു 2 സോറി. മീനിങ് തന്നിട്ട് പോന്നെ. ഒറ്റ മകനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവനെ പുന്നാരിച്ചു. എന്നിട്ട് 1000 കൊടുത്താലും ബാക്കി വരൂല, 2000 കൊടുത്താലും ബാക്കി വരൂല. എന്തൊരു ചെലവാണിത്? എന്താടാ? കൊടുത്ത പണം മുഴുവൻ ചെലവായി പോയി എന്ന് പറയാൻ പറഞ്ഞു കൊച്ചുമുതലാളി. എങ്ങനെ ചെലവായെന്ന് ചോദ്യം. ഓ, എന്റെ ബില്ലിങ് വാങ്ങിച്ചോണ്ട് വാ. ഓ, ചെലവായി ബിൽ. ഇതെന്തോന്നാ? അത് ഒരു ക്യാമറ വാങ്ങിയത് 2000 രൂപ. ഇതോ? അതൊരു ടേപ്പ് റെക്കോർഡർ വാങ്ങിയത് 7000 രൂപ. ഓഹോ. ഇതോ? അതൊരു കുപ്പി സ്കോച്ച് വിസ്കിയും ഫോറിൻ ബ്രാൻഡിയും വാങ്ങിയത് 500 രൂപ. അപ്പോ നീ പരസ്യമായി കുടി തുടങ്ങി? രഹസ്യമായി കുടിക്കണമെന്ന് വിചാരിച്ചാണ് ബില്ല് കാണിക്കാതിരുന്നത്. അച്ഛൻ സമ്മതിക്കണ്ടേ? ഞാൻ പണമുണ്ടാക്കിയതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവുകയില്ല. ഞാൻ നിന്നെപ്പോലെ ധൂർത്തളിച്ചിരുന്നുവെങ്കിൽ, കുടിച്ചിരുന്നുവെങ്കിൽ ഈ കായക്കരയിൽ ഒരു ചീനവലയും നീയും മാത്രമേ എനിക്ക് ബാക്കിയുണ്ടായിരിക്കുകയുള്ളൂ. ശരിയാണ്. പക്ഷേ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ ഉടനെ ഞാൻ ചെലവാക്കി തീർത്തില്ലെങ്കിൽ ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകും. അച്ഛൻ ചങ്ക് പൊട്ടി മരിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ. ഓഹോ, അത് ശരി. അപ്പോ ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ധൂർത്തളിക്കുന്നതും കുടിക്കുന്നതും കണ്ട അഭിസാരികളുമായി ഉല്ലാസയാത്ര ചെയ്യുന്നതും അല്ലേ? അച്ഛാ, എനിക്ക് 26 വയസ്സായി. ആവശ്യത്തിൽ കൂടുതൽ ആരോഗ്യം. അവിവാഹിതൻ. നീ എന്തുകൊണ്ട് വിവാഹം ചെയ്യുന്നില്ല? എത്ര വിവാഹാലോചനകൾ നിനക്ക് ഞാൻ കൊണ്ടുവന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് അച്ഛൻ കൊണ്ടുവന്നില്ല. ലക്ഷക്കണക്കിന് പണമുള്ളവരെയാണ് അച്ഛൻ തേടി പോകുന്നത്. ഓഹോ, അപ്പൊ നീ പണക്കാരന്റെ വീട്ടിലെ പെണ്ണിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല അല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പെണ്ണ് എന്റെ മനസ്സിന് ഇണങ്ങുന്നതായിരിക്കണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയ്ക്ക് സൗന്ദര്യമില്ലായിരുന്നെങ്കിൽ അച്ഛൻ അമ്മയെ വിവാഹം കഴിക്കുമായിരുന്നോ? ശരി, നീ പൊയ്ക്കോ. ഒരു എഴുത്ത്. ആരാടാ ഈ പപ്പു? ഗവർണർ? കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തരാൻ പറ. എന്താ വരാൻ പറഞ്ഞോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തന്നോട് വിവരം എന്താ വെച്ചാൽ എഴുതി തരാൻ. അയ്യോ, പപ്പുവിനെ ഓർപ്പിക്കാഞ്ഞിട്ടാ കേട്ടോ. ഞാനും റാണാമരാളിയും ചേർന്ന് മുറിവീടിയും വലിച്ച് കള്ളും കുടിച്ച് ചീനവലയും വലിച്ച് നടന്നവരാ. റാണാ മുതലാളി പണ്ട് ചീനവല വലിച്ചു വിവരൊന്നും ഇവിടെ പറയണ്ട. 3 ചത്ത് തന്നെ. മോളെ, അങ്ങനെ തന്നെ എഴുത. റാണാ മുതലാളിക്ക് പണ്ട് ഒരുമിച്ച് ചീനവലയും വലിച്ച് മുറിബീടിയും വലിച്ച് കള്ളും കുടിച്ച് നടന്ന പഴയ സ്നേഹിതൻ പപ്പു എഴുതുന്നവ നേരിട്ട് കണ്ട് ഒരു കാര്യം പറയാനുണ്ട്. മതിയോ? എന്ന് ചെറുപ്പകാലത്തെ സ്നേഹിതൻ പപ്പു. മോളെ, ആ 3 പേരും അവിടെ നില്ലേ. ഞാൻ പോയി ചീട്ട് കാണിച്ചിട്ട് വരാം. ചെറുപ്പത്തിൽ ചീനവല വലിച്ച് നടന്ന പഴയ കൂട്ടുകാരൻ പപ്പു. എന്തിനാണ് നീ വാങ്ങിക്കൊണ്ടു വന്നത്? ഇതവന്റെ ഒരു സ്റ്റൈലായിരിക്കും. എന്നാലേ ഇത് എന്റെ ഒരു സ്റ്റൈല. എന്താ സ്റ്റൈലാ? എന്നാ ഇതുപോലെ 2 എണ്ണം അവന്റെ കർണക്കുറ്റി നോക്കി നീയും സ്റ്റൈലായിട്ടങ്ങ് കൊടുത്തേരെ. ഒത്തിരി നേരമായല്ലോ, കാണുന്നില്ലല്ലോ. റാണാമലയാളി തന്നെ നേരിട്ട് വന്ന് നമ്മളെ സ്വീകരിക്കാനേ ഉടുപ്പും ഉണ്ട് മാറുവായി. ഇപ്പൊ എന്താ പറഞ്ഞു? ഇപ്പൊ അതെ സ്റ്റൈലായിട്ട്. അയ്യോ 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 അയ്യോ. എന്താണിത്?
കൊച്ചു മലയാളി വലിയ മലയാളി ഒന്ന് കാണണമെന്ന് പറഞ്ഞതിനെ തല്ലി കൊല്ലാൻ പോന്നു. തല്ലിയോടാ? തല്ലി. എന്തിന്? വലിയ മലയാളി പറഞ്ഞു ഇയാളെ തല്ലാൻ. അച്ഛൻ പറഞ്ഞതല്ലേ? മൂപ്പിന്നെ വരൂ. അതൊന്നും അറിയാം. ഇവിടെ നിൽക്കുന്നു. ഫെർണാണ്ടസിനെ കൊണ്ട് അച്ഛൻ ഇയാളെ തല്ലിച്ചോ? അതിരിക്കട്ടെ, നീ എന്തിനാണ് ചോദിക്കാതെ എന്റെ മുറിയിൽ കയറി വന്നത്? ഓഹോ, അങ്ങനെ അച്ഛൻ്റെതായ ഒരു മുറി ഇവിടെ ഉണ്ടോ? അയ്യോ മുതലാളി, പപ്പു മുഖാന്തരം അച്ഛനും മോനും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്. മുതലാളി ഇങ്ങോട്ട് നോക്കിയേ, പഴയ കൂട്ടുകാരൻ പപ്പുവിനെ ഓർമ്മിക്കുന്നില്ലേ? എനിക്ക് പോകുന്നുണ്ടോ ഇവിടുന്ന്? നിങ്ങൾ എന്തിനാണ് അച്ഛനെ കാണാൻ വന്നത്? എന്റെ മകളുടെ കല്യാണത്തിന് വസ്തു ഈട് വെച്ച് കുറച്ച് പണം കടം ചോദിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, അത്രേ ഉള്ളൂ. വന്നാട്ടെ. ഏതായാലും പപ്പുചേട്ടൻ ക്ഷമിക്കൂ. അച്ഛനെന്തോ മുൻകോപം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. കുഞ്ഞിന്റെ വർത്തമാനം കേട്ട് എന്റെ മനസ്സങ്ങ് തണുത്തു. പപ്പുചേട്ടന്റെ മകളുടെ വിവാഹത്തിന് എത്ര രൂപ വേണം? 1000 രൂപ എങ്കിലും വേണം. ഓഹോ, ആ പണം ഞാൻ തരാം. അയ്യോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ കണക്ക് നടന്നു നോക്കോളാം. വേണ്ട, ഞാൻ നിങ്ങളെ കാറിൽ അയ്യോ, കൊണ്ടുപോകാം. കാറൊന്നും വേണം, ഞങ്ങൾ നടന്നു നോക്കാം. സാരമില്ല. ഡ്രൈവർ, കാർ കൊണ്ടാ. നീ ഏത് ബോട്ടിനാ അവനെ വന്നത്? ഞാൻ ഇപ്പോഴുള്ള ബോട്ടിൽ. ജോൺ മത്ത ഇല്ലയോ? അതെ. ഓ ഓ, വരുന്നു നമ്മുടെ പാച്ചൻ, റൗഡി പാച്ചൻ. അവനൊരു പിഴയാടാ വന്നു. അല്ല, ഇതാരാ പാച്ചൻ ചേട്ടനോ? എടാ, നീ ആളങ്ങ് മാറിപ്പോയല്ലോ. വെളുത്ത് തടിച്ച് ചുവന്ന് സുന്ദരനായി പോയല്ലോ. ചുമ്മാ അതല്ല, പൊതി കിട്ടും. മതി പറഞ്ഞത്. വാ പോകാം. പാച്ച, നീ നാട്ടിൽ നടന്ന എന്ത് കൊളരായ്മ വേണമെങ്കിൽ കാണിച്ചു. പക്ഷെ നിനക്ക് ആ പെണ്ണാളെ കാണുമ്പോ മാത്രം എന്തിനാ ഇതിന് മാത്രം കുന്നായ്മ? പെണ്ണാളോ? പെണ്ണാളെ എന്ത് ചെയ്തു? ഞാൻ ഒരു 5-6 കൊല ചെയ്തു. ശിക്ഷ കഴിഞ്ഞ് മടങ്ങി വന്നേ പിന്നെ കാണുന്നവർക്കൊക്കെ എന്നെ ഭയങ്കര പേടിയാ, പ്രത്യേകിച്ച് ഈ പെൺപിള്ളേർക്ക്. പല വീട്ടിലും കയറി മര്യാദയ്ക്ക് ഞാൻ പെണ്ണ് ചോദിച്ചു നോക്കി. ആരും ഒട്ട് തരുന്ന മട്ടുമില്ല. കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ ഒരു അല്പം വർത്തമാനം പറയും. അതിനെനിക്ക് എന്താ ഒരു കുറവ്? വയസ്സ് 35 ആയിട്ടുള്ളൂ. പാച്ചൻ ചേട്ടനെ ഞാൻ പിന്നെ കണ്ടോളാം. വലിയ ഉപകാരം. നമസ്കാരം. അതത്ര വലിയ കാര്യം മറ്റാണോ? അയ്യോ വേണ്ട, ഞാൻ പീടിയെ വലിക്കത്തുള്ളൂ. 35 ആണിത്. എന്നാ ഒന്ന് നോക്കാം. ഇതാ. അയ്യോ, മുഖം അങ്ങ് പൊള്ളിപ്പോയല്ലോ. മൂപ്പിലേ, ഈ പാക്കറ്റ് ഇരിക്കട്ടെ. ഞാനൊരു കാര്യം മറന്നു. ഈ പെണ്ണിന്റെ പേരെന്താണ്? പെണ്ണാളെന്നാ എന്റെ പേര്. വീട് എവിടെയാണ്? ഓ, ആ കാണുന്ന കായലിൽ അങ്ങ് കരയ്ക്കാ. ഒന്ന് സ്വല്പം ഇങ്ങോട്ട് മാറുന്നില്ല. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. അങ്ങോട്ട് നേരെ നിന്നു കൊടുക്കുമോളെ. അവൾ അങ്ങനെ നിന്നിട്ടുള്ളവളല്ല. ഒന്ന് വലത്തോട്ട് മാറുന്നില്ല. സ്വല്പം. വെരി ഗുഡ്, അത് മതി. ചിരിച്ചേ, നല്ലപോലെ ചിരിക്കൂ. നല്ലപോലെ. ഓക്കെ. വരട്ടെ. ഓ, നമസ്കാരം.